സെൻട്രൽ മാളിലേക്ക് പോവുകയാണ്. ലച്ചുവിന് വയ്യാത്തത് കൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലാക്കിയിട്ടാണ് പോണത്. പിന്നെ കുറച്ച് പാത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ എക്സ്ചേഞ്ച് ചെയ്ത് മേടിക്കാനായിട്ട്. 2 കുക്കർ മാറ്റി മേടിക്കാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അമ്മ കുറേ കാലം അതും ഇതൊക്കെ എടുത്തു വെച്ചു. എന്തായാലും ഞാൻ ദേ ഇവിടെ അമ്മയുടെ അടുത്ത് ആക്കിയിട്ട് ഞാൻ പോകാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ ബുധനാഴ്ചയാണ് കേട്ടോ ഇന്ന്. ലച്ചുവിന് വയ്യാത്തതുകൊണ്ട് ഇന്ന് ക്ലാസ്സിൽ വിട്ടില്ല, ചെറിയൊരു തൊണ്ടവേദനയൊക്കെ. കാരണം ഇന്ന് ഓഫർ ഉണ്ട് നമ്മുടെ സിനി പോളീസിൽ. അവരുടെ സൈറ്റിൽ നിന്ന് തന്നെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഒരാൾക്ക് 99 രൂപയുള്ളൂ കേട്ടോ സിനിമ കാണാനായിട്ട്. അപ്പോൾ സേതുട്ടൻ അങ്ങനെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായി. പണി എന്ന് പറഞ്ഞുള്ള സിനിമയാണ് കേട്ടോ നമ്മൾ കാണാൻ വേണ്ടി പോണത്. സേതുട്ടൻ പണി എന്ന് പറഞ്ഞ സിനിമ ഫോറം മാളിൽ ബുക്ക് ചെയ്തതായിരുന്നു. അപ്പോൾ ബുക്ക് ചെയ്ത് നമ്മളവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര മൈഗ്രെയിൻ്റെ തലവേദനയായിട്ട് ഛർദിലൊക്കെ ആയിട്ട് എനിക്ക് കാണാൻ പറ്റിയില്ല. തിരിച്ചു വന്നു. സേതുട്ടൻ കണ്ടതാണ്. അപ്പോൾ എനിക്ക് വേണ്ടി സേതുട്ടൻ നല്ല സിനിമ അടിയെന്ന് പറഞ്ഞാൽ ബുക്ക് ചെയ്ത് ആ സേതുട്ടൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ബുധനാഴ്ച ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും കാണില്ല. എന്താണെന്ന് വെച്ചാൽ സാറ്റർഡേ സൺഡേ ആയിരിക്കട്ടെ എപ്പോഴും തിരക്ക്. ഞാനും സേതുട്ടൻ എപ്പോഴും ഇങ്ങനെ ബുധനാഴ്ച വ്യാഴാഴ്ച അങ്ങനെയൊക്കെ വരുള്ളൂ. ലച്ചുവിന് സിനിമ കാണാൻ തീരെ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. പിന്നെ സ്കൂളിൽ പഠിക്കണ കുറച്ച് കുട്ടികളൊക്കെ ഉണ്ടായിട്ടോ, +1 +2 ആ ഒരു ഏജൊക്കെ എന്ന് തോന്നുന്നു അവരും ഉണ്ടായിരുന്നു. പിന്നെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്തായാലും എന്താ പറയുക, അടിപൊളി സിനിമേനെ പറ്റി ഒന്നും പറയാനില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ വരുമ്പോഴൊക്കെ അതിനെപ്പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ആ ഓരോ സീൻ, അയ്യോ അതങ്ങനെ വേണ്ടായിരുന്നു ഇങ്ങനെ വേണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തായാലും അടിപൊളിയായിരുന്നു. സാഗറും ജുനൈസൊക്കെ അവർ നന്നായിട്ട് എന്താ പറയുക പെർഫോം ചെയ്തിട്ടുണ്ടായി. എന്തായാലും അവരുടെ ക്യാരക്ടറൊക്കെ ഇഷ്ടപ്പെട്ടു. എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ടായി. അപ്പോൾ സേതുട്ടൻ പറഞ്ഞു സേതുവിന് ഷോർട്സ് നോക്കാൻ തന്നെ നമ്മൾ അവിടെ കയറിയിട്ടുണ്ടായി, നമുക്ക് നോക്കാം. പക്ഷേ സേതുവിന് ഒന്നും അങ്ങനെ ഇഷ്ടപ്പെടുന്നുണ്ടായില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് സമയം കളയാതെ വീട്ടിൽ നിന്ന് പറയുമ്പോൾ അപ്പോഴാണ് നമ്മുടെ പുറത്തിറങ്ങിയപ്പോൾ ക്രിസ്മസിൻ്റെ കുറേ സംഭവം, സ്നോമാൻ, പപ്പാനി, ക്രിസ്മസ് ട്രീ, അങ്ങനെ അപ്പോഴാണ് കേട്ടോ ക്രിസ്മസ് ഒക്കെ ആയി എന്നുള്ളൊരു തോന്നലൊക്കെ വരും. എന്തായാലും അടിപൊളിയായിരുന്നു. ആ റെഡ് വൈറ്റ് ഗ്രീന് കോമ്പിനേഷൻസ് വരുമ്പോൾ തന്നെ ക്രിസ്മസിൻ്റെ ഓർമ്മയാണില്ല. അപ്പോൾ സേതുവിന് ചോദിച്ചു എന്തെങ്കിലും കഴിച്ചിട്ട് പോകണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് പോവാന്ന് പറഞ്ഞു. അങ്ങനത്തെ പെപ്സിയും പിന്നെ എന്താ പോപ്പ് എന്ന് പറഞ്ഞൊരു ഡ്രിങ്കും കൂടെ വാങ്ങിയിട്ടുണ്ടായി. പിന്നെ പൊപ്പായി ചിക്കനാണ് കേട്ടോ ഓർഡർ ചെയ്തത്. 2 ഫ്ലേവറിലായിട്ടാണ് ഓർഡർ ചെയ്തത്. ഹണി അങ്ങനെ എന്തോ, എനിക്ക് അറിയണില്ല ഫ്ലേവർ പറയാനായിട്ട്. സേതു എന്ന് ഭയങ്കര എരിവാന്ന് പറഞ്ഞാൽ അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ അവരെ ഫ്രഞ്ച് ഫ്രൈസ് ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു. കുറച്ച് സ്പൈസി ആണെങ്കിൽ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ലച്ചുവിനും അമ്മയ്ക്കും കൂടെ ഞങ്ങളത് മേടിച്ചു. ഇനി വീട്ടിൽ പോയിട്ട് അവൾക്കത് കൊടുക്കാമല്ലോ. ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ അവൾ ചോറൊക്കെ കഴിച്ചു എന്ന് പറഞ്ഞു കേട്ടോ. നാളെ തൊട്ട് അവൾ ക്ലാസ്സിൽ പോവും. ഞാൻ ഇന്നും കൂടെ ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ എന്നും പറഞ്ഞ് നിർത്തിയതാണ് കേട്ടോ. പക്ഷേ ലച്ചുവിനെ പോയി വിളിച്ചുകൊണ്ട് വന്നു. നമുക്ക് പൊട്ടിയ പാത്രങ്ങളൊന്നും മാറ്റി വാങ്ങാനായിട്ട് പറ്റിയില്ല. സേതുവിന് അപ്പം തന്നെ മീറ്റിംഗ് പറയുണ്ടായി. അപ്പോൾ എന്തായാലും നമ്മൾ അവിടെയും കൂടെ കയറുകയാണെങ്കിൽ സേതുവിന് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണേ.